നിങ്ങൾ നിർബന്ധിച്ചാൽ മാത്രം അല്ലെങ്കിൽ നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്നാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയിലെ കുഴപ്പങ്ങളുമായി എടുത്തിരിക്കുന്ന സർക്കാരിൻ്റെ ഒരു നിലപാട്. അങ്ങനെ നിർബന്ധിതമായ സാഹചര്യം വന്ന സമയത്താണ് രഞ്ജിത്തിന് രാജി സംഭവിച്ചത്. അതും രാജി ആവശ്യപ്പെടാതിരുന്നു അവസാന നിമിഷം വരെ. അദ്ദേഹം സ്വയം രാജിവെക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അത്രയ്ക്കും പുറത്ത് പ്രതിഷേധമുണ്ടായിട്ടും അങ്ങനെ അദ്ദേഹം സ്വയം രാജിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സർക്കാരിനെ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും വന്നിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ സംഭവിക്കുന്നു, രാജ്യങ്ങൾ രണ്ടെണ്ണം അങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ കേസ് എടുക്കണോ എന്നുള്ള രൂപത്തിലേക്കൊന്നും സർക്കാർ പോയിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അന്ന് ബംഗാളി നടി അതിൽ ശക്തമായ നിലപാടെടുത്തു, പ്രതികരണം നടത്തി. അങ്ങനെ അതിലേക്ക് പോകേണ്ടി വന്നു. മാധ്യമങ്ങളടക്കം എടുത്ത നിലപാടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോൾ അവർ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊച്ചിയിൽ നോർത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ നാളെ അതിൽ അവർക്ക് കൈമാറുന്നു ഈ കേസ് എന്നുള്ളതാണ്. നോക്കാം നമ്മൾ അതെങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനപ്പുറം ഇനിയുണ്ടല്ലോ മുകേഷ് എന്ന MLA എങ്ങനെയാണ് പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുന്നത്. മുകേഷിനെതിരെ ഇപ്പോൾ രണ്ടുപേരുടെ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരുടെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ജയസൂര്യ, മുകേഷ്, VK പ്രകാശ്, ഇടവേള ബാബു, ഇവർക്കൊക്കെ എതിരെ ഒന്നിലധികം പേരുടെ ആരോപണങ്ങൾ. അതിൽ പലതും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ. നോക്കൂ, ഇന്നത്തെ എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത രണ്ട് പെൺകുട്ടികളാണ്. ഒന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റ്, അവരവരുടെ പേര് പറയുന്നതിൽ പോലും മടി കാണിക്കാതെ അമൃത, അവർ അങ്ങനെ വന്നിരുന്ന് സംസാരിച്ചു. മറ്റേതൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അവരൊരു 2 വർഷം മുൻപാണ് VK പ്രകാശ് എന്ന സംവിധായകൻ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ശരിക്കും റേപ്പ് അറ്റംപ്റ്റാണ് നടത്തിയിട്ടുള്ളത്. ആ കുട്ടി അവിടെ നിന്ന് രാത്രി 2:30 അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. 2 വർഷം മുമ്പുള്ള സംഭവം. ഇപ്പോൾ അമൃതയുടെ അനുഭവം എന്ന് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പുള്ള അനുഭവം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം ഭരണത്ത് വെച്ച സമയത്താണല്ലോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുമേലൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. അവരിന്നും നമ്മുടെ ചർച്ചയിൽ വന്നിരിക്കുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. നമ്മൾ ഇപ്പോൾ അറിയുന്ന 2 കേസുകൾ, അറിയാത്ത എത്രയോ കേസുകൾ ഈ 4.5 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ടാകും. എത്ര വാതിലുകൾ മുട്ടിയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ അന്തസ്സോടുകൂടിയുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത് പൃഥ്വിരാജിൽ നിന്നാണ്. അത് നടി ആക്രമിക്കപ്പെട്ട സമയത്തും അങ്ങനെ ഒരു ഒറ്റയ്ക്കുള്ളൊരു ശബ്ദമായി പൃഥ്വിരാജിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ സൂപ്പർ താരങ്ങൾ പ്രതികരിക്കാത്തടുത്ത് അവിടെ ഒരു സൂപ്പർ താരമായി ഇന്ന് പൃഥ്വിരാജിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ AMMAക്ക് വീഴ്ച പറ്റിയെന്ന് തന്നെ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മാത്രമല്ല, എനിക്ക് അനുഭവമില്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല എന്നൊരു നിലപാട് അദ്ദേഹം എടുക്കുന്നില്ല. അതിൽ സംഘടനയിലെ പലരും എടുത്തതുപോലെ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം, അതിന്മേലൊരു അന്വേഷണം വേണമെന്ന് തുറന്ന മനസ്സോടുകൂടി പ്രതികരിക്കുന്നു. മാത്രമല്ല, തലപ്പത്തൊരു സ്ത്രീ വേണമെന്ന് ആവശ്യപ്പെടുന്നു. സർക്കാരിൻ്റെ ആത്മാർത്ഥതയൊക്കെ സംശയത്തിൽ തന്നെയാണ്. ഇത് നിർബന്ധിതമായ സാഹചര്യം പുറമേ നിന്ന് ഉരുത്തിരിയുമ്പോൾ മാത്രമേ ഒരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. അതിനിടയ്ക്ക് വരുന്ന പല വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നതൊക്കെ പല സ്വഭാവത്തിലുള്ളതാണ്. ചിലപ്പോൾ ചിലത് ദുരുദ്ദേശത്തോടു കൂടിയുള്ള ആകാം, ചിലപ്പോൾ ശരിയായ സംഭവമായിരിക്കില്ല, വേറെ ഉദ്ദേശത്തോടെ ചിലരൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല അതിൻ്റെയൊക്കെ ഒന്ന് യാഥാർത്ഥ്യം എന്ന്. പക്ഷേ ഇപ്പോൾ ആരോപണ വിധേയരായ ആരും തന്നെ ഹരിശ്ചന്ദ്രന്മാരെല്ലാം നമുക്കറിയാം. മുമ്പും പല കഥകളും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ജീവിക്കുന്ന തെളിവുകളായി ചില കാര്യങ്ങൾ തുറന്നു പറയുന്നിടത്താണ് കാര്യങ്ങൾ മാറുന്നത്. പക്ഷേ ഈ ഒരു രൂപത്തിൽ പോകുമ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്തു ചെയ്യുന്നു എന്ന ചോദ്യമോടെ അവിടെ നിൽക്കുക തന്നെയാണ്. ഈ കോൺക്ലേവ് നടത്താൻ പോകുമ്പോഴും വിദേശത്തു നിന്നടക്കമുള്ള പ്രതിനിധികളൊക്കെ ഇരുത്തിക്കൊണ്ടൊരു വലിയൊരു പരിപാടിയിലേക്ക് ആലോചിക്കുമ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്തു ചെയ്യുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പ്രസക്തമായ കാര്യമാണ് ഹേമ കമ്മിറ്റി. Meet the editors.